ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെല്ലാവരും അറിയാൻ ആഗ്രഹിച്ച ചില ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും ഉള്ളതായിരിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരുപാട് ആളുകൾ ഇന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറുക എന്നുള്ളത്. അതുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ അവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതും. സോ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നാൽ, ചെറുതും ദുർബലമായതുമായ ചിന്തകളെ ഉപേക്ഷിച്ച് വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കാതെ കൂട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളായിട്ട് മാറുക. സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ ടീനേജ് പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും ഇടയിലുള്ള ഒരാളായിരുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം ഈ സച്ചിനായിട്ട് മാറുമായിരുന്നില്ല. പാർട്ടി, ക്ലബ്, ട്രിപ്പ്, ഫൺ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ഉപേക്ഷിച്ച് അദ്ദേഹം ഫോക്കസ് ചെയ്തത് എങ്ങനെ ഒരു ചാമ്പ്യൻ ക്രിക്കറ്റർ ആകാം എന്ന ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് മാത്രമായിരുന്നു. സോ നിങ്ങളും നിങ്ങളുടെ ഇന്നത്തെ സന്തോഷത്തെ നാളത്തെ നല്ലതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ ഫുൾ ഫോക്കസ് എന്നുള്ളത് വലിയ ഗോൾസിലേക്കായിരിക്കണം. സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ അപ്പോൾ സൂര്യനെ പോലെ എരിയേണ്ടതായിട്ടും വരും. ഈ ഒരു സാക്രിഫൈസ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇതിലൂടെ നിങ്ങളുടെ ഫാമിലിക്ക് മൊത്തം ഇനിയുള്ള ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. ഇന്ന് നാം അളവറ്റ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവൻ തന്നെ നമുക്കായിട്ട് ത്യാഗം ചെയ്തുകൊണ്ടാണ്. വിജയിച്ച ആളുകൾ അവരങ്ങനെ വെറുതെ വിജയിച്ചതല്ല, മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും അവർ ഉണർന്നിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് പിടിച്ചതും പിടിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പടി മേലെ വന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തെക്കാളും വലുതായി കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളെക്കാളും വലുതാക്കാം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാത്തടത്തോളം കാലം നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ഈസി ആകില്ല. ആളുകൾ നിങ്ങളെ എപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുമെന്നാൽ അവരിതുവരെയും നിങ്ങളിൽ കാണാത്ത ആ ഒരു വേർഷൻ നിങ്ങളിൽ കാണുമ്പോൾ മാത്രമാണ്. ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യണം. ഈ ഒരു ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇതിനായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, ഫോക്കസ്, കോൺസെൻട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മൈൻഡ് പവർ ഇതൊക്കെ ഇംപ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെന്ററുടെ സപ്പോർട്ടും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉണ്ടായിരിക്കും. സോ 2026 നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഇംപ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ഞാൻ കാണാൻ അത്ര സൗന്ദര്യമുള്ള ഒരാളൊന്നുമല്ല, സോ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഫ്രണ്ട്സ്, ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ചിലർ കുറച്ച് ഷോർട്ട് ആയിരിക്കും, ചിലരുടെ സ്കിന്നിൻ്റെ കളറ് ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലരുടെ ഫേസ് അവർക്ക് അത്ര അട്രാക്റ്റീവായി തോന്നില്ല, ഇനി ചിലർ അത്രയ്ക്ക് ഫിറ്റ് ആയിരിക്കില്ല. സോ ഇവരെക്കാളും സ്മാർട്ടായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഇവർക്ക് തന്നെ ഇവരോട് ഒരു രീതിയിലുള്ള കുറ്റബോധം തോന്നും, ഞാൻ എന്താ അങ്ങനെയൊന്നും അല്ലാത്തത് എന്ന്. ഒരു സർവേ പറയുന്നത് 55% പുരുഷന്മാരും 45% സ്ത്രീകളും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. അട്രാക്റ്റീവായി കാണപ്പെടണമെന്നുള്ള ഈ ഒരു കാരണം കൊണ്ടാണ് ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റ് ഇന്ന് ബില്യൺ കണക്കിന് ഡോളറിൻ്റെ മൂല്യമുള്ളതായിട്ട് മാറുന്നത്. ഈ ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സിന് പുറമെ ആളുകൾ അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പ്ലാസ്റ്റിക് സർജറി വരെ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇതുപോലെ ഇങ്ങനെയുള്ള സർജറികൾ ചെയ്ത് അതിൽ ഫെയിലായി പലരുടെയും കണ്ടീഷൻ വളരെ മോശമായിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നിങ്ങൾ പുറമേയും കാണപ്പെടുക എന്നുള്ളത്. നിങ്ങളൊരു ബോട്ടിൽ പുറമേ നിന്ന് എത്ര വൃത്തിയാക്കിയാലും ശരി, അതിൻ്റെ ഉള്ളിൽ മൊത്തം അഴുക്കാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ദുർഗന്ധം വരും. സോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ നല്ല സൗന്ദര്യമുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫേസിലും നിങ്ങളിലെ യാഥാർത്ഥ്യം കാണാൻ സാധിക്കും. ചാണക്യൻ കാണാൻ അത്ര അട്രാക്റ്റീവ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്താൻ സാധിച്ചു. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഹൈറ്റ് വെറും 5 അടി 5 ഇഞ്ച് മാത്രമാണ്. ബട്ട് അദ്ദേഹത്തിന് ഗോഡ് ഓഫ് ക്രിക്കറ്റായി മാറാൻ സാധിച്ചു. സോ ഫ്രണ്ട്സ്, പുറമേയുള്ള സൗന്ദര്യം എന്നുള്ളത് ഒരു മായയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം എന്നുള്ളത്. പഞ്ചാബി ഭാഷയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുണ്ട്, ഈ ഒരു മേക്കപ്പ് കാരണം കൊണ്ട് യഥാർത്ഥ അടയാളം തന്നെ മാഞ്ഞു പോയിരിക്കുന്നു എന്ന്. പുറമേ നിന്ന് നോക്കുമ്പോൾ താജ്മഹൽ വളരെ മനോഹരമാണ്, എന്നാൽ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ശവകുടീരമാണുള്ളത്. ഇതാണ് റിയാലിറ്റി. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഞാൻ ദിവസം കൂടുന്തോറും നിരാശനായിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നേരെ വിപരീതമായിരിക്കുമെന്ന്.
ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത് അത് മാത്രമേ നിങ്ങൾക്ക് പുറത്തും കാണാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് തൻ്റെ മനസ്സിനെ മാറ്റാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ അയാൾക്ക് തൻ്റെ മുഴുവൻ ലൈഫിനെയും മാറ്റാൻ സാധിക്കും. സോ ഇപ്പോഴുള്ള നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ സാധിക്കുക നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ സാധിക്കുമ്പോഴാണ്. നിങ്ങൾ ദിവസവും എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ ആയിട്ടാണ് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മാളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കാറിന് പാർക്കിംഗ് ലഭിക്കില്ല എന്നാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പാർക്കിംഗ് ലഭിക്കില്ല. കാരണം നിങ്ങളുടെ മുഴുവൻ ചിന്തയും ആ ഒരു നിറഞ്ഞിരിക്കുന്ന കാർ പാർക്കിംഗ് ഏരിയാസിലേക്കായിരിക്കും. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിലോ, എത്ര തിരക്കുണ്ടായാലും എൻ്റെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് എനിക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്ന്. ഇതിലൂടെ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിനെയും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ പുറം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. ഇതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ തോറ്റെന്ന് വിചാരിച്ചാൽ തോറ്റു, എന്നാൽ ജയിച്ചെന്ന് വിചാരിച്ചാൽ ജയിച്ചു എന്ന്. സോ നിങ്ങളുടെ മനസ്സിനെ ഹാപ്പി ആക്കാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള വഴി എന്താണെന്നാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സറൗണ്ടിങ്സ് ഒന്ന് മാറ്റുക, എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളോടൊപ്പം കൂട്ടുകൂടുക. ആരൊക്കെയാണോ ഹാപ്പി ആയിട്ടുള്ളത്, പ്രൊഡക്റ്റീവായിട്ടുള്ളത്, ഇവരുടെ കൂടെ. ഇവരുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ ലൈഫ് പതിയെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങളുടെ ഇന്നർ വേൾഡിൽ മാറ്റങ്ങൾ വരുമ്പോൾ അപ്പോൾ നിങ്ങളുടെ പുറം ലോകവും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി 4ാമത്തെ ചോദ്യമാണ്, എനിക്കിപ്പോൾ വയസ്സായിരിക്കുന്നു, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു എന്ന്. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ഒരുപാടധികം പേജുകളുള്ള പുസ്തകത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്കതിൽ മോശപ്പെട്ട കാര്യങ്ങളും എഴുതാം, അല്ലെങ്കിൽ അതിലൊരു മനോഹരമായിട്ടുള്ള കവിതയും എഴുതാം. ഇതുവരെയും നിങ്ങൾ ആ ഒരു പുസ്തകത്തിൽ എഴുതിയ മോശമായിട്ടുള്ള കാര്യങ്ങളെ മറന്നേക്കോ. ബിക്കോസ് അതിൻ്റെ അടുത്ത പേജ് മുഴുവനായും ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു ചാപ്റ്റർ എഴുതാൻ സാധിക്കും. ആ ഒരു പുസ്തകത്തിൻ്റെ പേജുകൾ അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ഈ ഒരു പുസ്തകത്തെ നിങ്ങളുടെ ജീവിതമാണെന്ന് വിചാരിക്കൂ. നിങ്ങളുടെ വയസ്സ് ഇപ്പോൾ എത്രയാണെങ്കിലും ശരി, ഇനിയും ഒരുപാട് പുതിയ പേജുകൾ ഇതിൽ ബാക്കിയാണ്. നിങ്ങൾക്കറിയാമോ, റയമണ്ട് ക്രോക്ക് തൻ്റെ 52ാമത്തെ വയസ്സിലാണ് മെക്ഡൊണാൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ KFC ഓണറായ കളേണൽ സാൻഡേഴ്സ് തൻ്റെ 62ാമത്തെ വയസ്സിലാണ് KFC സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വയസ്സെന്നുള്ളത് ഒരു നമ്പർ മാത്രമാണ്. തൻ്റെ 41ാമത്തെ വയസ്സിലാണ് പ്രവീൺ താംബയ്ക്ക് ഒരു IPL കോൺട്രാക്ട് ലഭിക്കുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കുന്നതും ഈ വയസ്സിലായിരുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. ഗ്രാൻഡ്മ മോസസ് തൻ്റെ 76ാമത്തെ വയസ്സിലാണ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. തൻ്റെ രാജ്യത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പെയിൻറ്ററായിട്ട് മാറാൻ ആ വയസ്സിലും അവർക്ക് സാധിച്ചു. സോ നിങ്ങൾക്കും ഇപ്പോൾ എത്ര വയസ്സാണെങ്കിലും ഡോൺ വറി, ഓർത്തോളൂ, ഇന്ന് നിങ്ങളുടെ ആദ്യത്തെ ദിവസമാണ് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തിൻ്റെ. സോ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഇനി അടുത്ത ചോദ്യമാണ്, തോൽവിയെ പറ്റിയിട്ടുള്ള ഭയം കാരണം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പോലും സാധിക്കുന്നില്ല, എൻ്റെ ഉള്ളിൽ ഒരുപാട് കുറവുകളുണ്ടെന്ന് തോന്നുന്നു എന്ന്. ഫ്രണ്ട്സ്, എല്ലാവരിലും അതെ, എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ ഉണ്ടായിരിക്കും. നമ്മളുടെ ഈ ഒരു പ്രകൃതി മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. മനുഷ്യൻ പെർഫെക്റ്റ് അല്ല, മറ്റ് പക്ഷി മൃഗാദികളും പെർഫെക്റ്റ് അല്ല. എന്നാൽ മൃഗങ്ങൾക്കും മനുഷ്യരായിട്ടുള്ള നമുക്കുമിടയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നാൽ മനുഷ്യരായിട്ടുള്ള നമ്മൾ ഇവരെക്കാളും വളരെ ജീനിയസാണ്. ആരൊക്കെയാണോ നമ്മുടെ ഒരു ലോകത്തിൽ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അവരെല്ലാവരും ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. ബട്ട് അവരെ എന്ത് കാര്യമാണ് എക്സ്ട്രോർഡിനറി ആക്കിയതെന്ന് നിങ്ങൾക്കറിയാമോ? അത് അവരൊരിക്കലും തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. 100 പ്രാവശ്യം വീണാലും 100 മടങ്ങ് ശക്തിയോടു കൂടി അവർ തിരിച്ചു വരുമായിരുന്നു. സോ നിങ്ങൾക്കും തോൽവിയെ പറ്റി ഭയമുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തോളൂ, സൂര്യാസ്തമയമില്ലാതെ സൂര്യോദയവും ഉണ്ടായിരിക്കില്ല എന്ന്. സോ തോൽക്കാതെ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. തോൽവി എന്നുള്ളത് ഒന്നിൻ്റെയും അവസാനമല്ല, അത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആണ്. കാര്യങ്ങൾ ഇതുപോലെ ചെയ്താൽ ശരിയാവില്ല, വേറെ രീതിയിൽ ചെയ്യണമെന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക്. തോമസ് എഡിസണോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ 999 പ്രാവശ്യവും ഫെയിലായിട്ടും എന്തുകൊണ്ടായിരുന്നു ബൾബ് കണ്ടെത്താനുള്ള പരീക്ഷണം നിർത്താതിരുന്നത് എന്ന്. അപ്പോൾ എഡിസൺ പറഞ്ഞത്, എനിക്കിപ്പോൾ 999 വഴികളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു, ഇതിലൂടെ ഒന്നും ബൾബ് നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന്. ഇവിടെ അദ്ദേഹം തോൽവികളെ തോൽവിയായിട്ട് കാണാതെ ഒരു ഫീഡ്ബാക്കായി കണ്ടു. ആൻഡ് ബൾബ് കണ്ടെത്താനും അദ്ദേഹത്തിന് സാധിച്ചു. സോ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തോൽവിയെ നേരിടാനും തയ്യാറായിരിക്കണം. ഇനി 6ാമത്തെ ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് ചുറ്റുമുള്ള പല ആളുകളും നമ്മളെക്കാളും പണക്കാരും ശക്തരുമായിരിക്കും. സോ അവരെ എങ്ങനെ നേരിടണമെന്ന്.
ഇതിൻ്റെ ആൻസർ എന്താണെന്നാൽ നിങ്ങൾ ചതുരംഗത്തെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതിൻ്റെ ആദ്യത്തെ ലൈനിൽ ശക്തരായ കരുക്കളായിരിക്കും ഉണ്ടായിരിക്കുക. ആന, മന്ത്രി, കുതിര, രാജാവ്, റാണി ആൻഡ് അവരുടെ നേരെ പടയാളികളും ഉണ്ടായിരിക്കും. ഇതിലേറ്റവും ശക്തര് ഈ രാജാവ്, റാണി, കുതിര, ആന, മന്ത്രി ഇവരാണ്. എന്നാൽ ഇവർക്കൊരു കുറവുണ്ട്. ആന അവസാനം വരെയും ആനയായിരിക്കും, കുതിരയും അതുപോലെയായിരിക്കും, മന്ത്രിയും അതുപോലെയായിരിക്കും ആൻഡ് രാജാവും റാണിയും അവസാനം വരെയും അതുപോലെ തന്നെ ആയിരിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ പടയാളിയും രാജാവും റാണിയുമായിട്ട് മാറാൻ വെറും 6 അടി ദൂരം മാത്രമേ ഉള്ളൂ എന്ന്. ഓരോ പടയാളിയിലും രാജാവാകാനുള്ള ഒരു ശക്തിയുണ്ട്. സോ ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു രാജാവും റാണിയും ആകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്തണം. ബട്ട് നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ ദുർബലമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ആ ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്താൻ സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും ഇടയിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതം നല്ലതാകണോ അതോ മോശപ്പെട്ടതാകണോ എന്ന് തീരുമാനിക്കുന്നത്. സോ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരിക്കലും ആർക്കും താഴെയല്ല. ഇനി അവസാനത്തെ ചോദ്യമാണ്, ജീവിതത്തിൽ എനിക്ക് എല്ലാം മോശപ്പെട്ടതാണ് സംഭവിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുന്ന സാഹചര്യങ്ങൾ അതൊരിക്കലും നമ്മളുടെ കൺട്രോളിലായിരിക്കില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് ഇത് നമ്മളുടെ കൺട്രോളിലാണ്. സോ നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു കാര്യം മോശമായിട്ടാണ് സംഭവിക്കുന്നത്, ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത്. സൗത്ത് ആഫ്രിക്കയിലെ പീറ്റർബർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗാന്ധിജിയെ പുറത്ത് തള്ളിയിടുമ്പോൾ അതൊരു സാധാരണ സംഭവം മാത്രമായിരുന്നു. സോ ഗാന്ധിജിക്കും ഇവിടെ ഇതോർത്ത് സങ്കടപ്പെടാമായിരുന്നു, ഡിപ്രഷനിലേക്ക് പോകാമായിരുന്നു. എന്നാൽ ഗാന്ധിജി ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്നാൽ, തന്നെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ ബ്രിട്ടീഷുകാരെ തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഗാന്ധിജി എന്നേക്കുമായി പുറത്താക്കി. സോ എല്ലാ ബ്രിട്ടീഷുകാരും ഗാന്ധിജിയെ അന്ന് ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ ആ ഒരു സിറ്റുവേഷനെ ഓർത്ത് ഇന്നും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരാൾ നിങ്ങളെ ചീത്ത പറയുന്നതും കളിയാക്കുന്നതും ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് അത് നിങ്ങളുടെ കൺട്രോളിലല്ല. എന്നാൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ നോക്കിക്കാണണമെന്നുള്ളത് അത് നിങ്ങളുടെ കൺട്രോളിൽ മാത്രമാണ്. നിങ്ങളുടെ ലൈഫ് ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് അല്ല, അതിനോട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.